വേറെ ഒന്നും നോക്കണ്ട, നല്ലൊരു പൂവാണിത്. ഇത് ചുമ്മാ ഇതിനൊന്ന് ഡിസിപ്ലിൻ ചെയ്യണ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഒന്ന് അടിച്ചു, ഇതിന് മാറും തോന്നുന്നുണ്ടോ? ഞാൻ പറിച്ചു, അത് വേറെ കാര്യം. പക്ഷെ ഇതിനി തിരിച്ച് ആ പഴയ രീതിയിലേക്ക്, നമുക്ക് നേരത്തെ ഉണ്ടായ രീതിയിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇതേപോലെയാണ് അനുസരണയുടെ പേരിൽ നമ്മൾ ഓരോ പിള്ളേരെ തല്ലുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ട് നമ്മൾ അവരെ എന്തെങ്കിലും തളർത്തി പറയുമ്പോൾ ഉണ്ടാവുന്നത്. ഇതേപോലെയായി മാറും അവർ വളരുമ്പോഴത്തേക്കും. ചുക്കിച്ചൊളിഞ്ഞി ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവാത്ത, മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു രീതിയിലുള്ള ഒരാളായി മാറിത്തീരും. എപ്പോഴും നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്കും ശരിയായിരിക്കാം, ആസ് പാരൻസ് അല്ലെങ്കിൽ ആസ് അഡൾട്ട്സ് നമ്മൾക്ക് അത് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് നമുക്ക് തോന്നിയെന്നിരിക്കും. പക്ഷെ അതിലുണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് നമ്മൾ പിന്നീട് ചിന്തിക്കില്ല. പാരൻസ് എപ്പോഴും പിള്ളേർ വളർന്നു കഴിയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ആ പ്രശ്നത ഇപ്പോൾ ഉള്ളത് എന്ന് പറയും. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നില്ല. ഞാൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ എന്തെങ്കിലും പ്രശ്നമാണ്, അത് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് അടിക്കലോ അല്ലെങ്കിൽ മെൻ്റൽ അബ്യൂസ് മാത്രമല്ല, ചെറിയ ചെറിയ ഘട്ടങ്ങളിൽ വരുന്ന ഓരോരോ സ്മോൾ മൈന്യൂട്ട് ടൈനിയസ്റ്റ് ഓഫ് ടൈനി ലെവലിൽ വരുന്ന ഓരോരോ കാര്യങ്ങളിൽ നിന്നുമായിരിക്കും. സിമ്പിളായിട്ടുള്ള വാക്കുകളായിരിക്കും, പക്ഷേ ഈ പിള്ളേർക്ക് അത് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മൾട്ടിറ്റ്യൂഡിൽ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മിണ്ടരുത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പറഞ്ഞല്ലേ നിന്നോട് മിണ്ടരുതെന്ന്. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യണ ഒരു കാര്യമാണ്. ഇത് മൾട്ടിറ്റ്യൂഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാവുമ്പോഴത്തേക്കും സപ്രസ് ചെയ്യണ ഒരു ബിഹേവിയറാണ്. ആ ഒരു ബിഹേവിയറിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് വോയിസ് ചെറുതായി പോകും. അതിൽ എന്താണ് ഭവിഷ്യത്ത് ഉണ്ടാവുക? ഒരാളിപ്പോൾ അറിയാണ്ട് വന്ന് നമ്മളൊന്ന് തൊട്ടി തലോടി ഒന്ന് ഇങ്ങനെ നിൽക്കണേന്ന് വിചാരിക്കും. അയ്യോ, ഇതായിരിക്കും അവരുടെ റിയാക്ഷൻ. അതായത് അതിൽ നിന്നും മാറി നിൽക്കുന്നില്ല, പക്ഷെ എങ്കിൽ പോലും അത് അലൗ ചെയ്യണ ഒരു ഐഡിയോളജിയിലേക്ക് അത് മാറും. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, സിമ്പിളായിട്ട് അത് മാറ്റാനുള്ളൊരു എൻവയൺമെൻറ്റ് സൃഷ്ടിക്കുന്നില്ല. സ്റ്റോപ്പ്, നിർത്ത്. ചേട്ടനോട് ആരാ പറഞ്ഞേ? ചേച്ചി എന്തിനാ തൊടണേ? മാറിയിക്കങ്ങട്. ഇത്രയും പോലും പറയാനുള്ള ധൈര്യം പോലും നമ്മൾ കാണിക്കത്തില്ല. എന്തുകൊണ്ട്? കാലാകാലങ്ങളായിട്ടെന്ന് പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ട് ഈ ഒരു അഡൾട്ട് ഫേസ് ആവുന്നവരെ നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. മിണ്ടരുത്, കുറച്ച് സംസാരിക്കുക, അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മൈൻഡിൽ, വേറെ ആരെങ്കിലും മൂത്തവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും പറയാൻ പാടില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ തലയിലോട്ട് കയറുന്നതുകൊണ്ടാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആര് മാറണം? നമ്മൾ പാരൻസ് മാറണം. പിള്ളേരെന്ത് ചെയ്യണം? അവരുടെ ഒച്ച വെക്കണം. ആവശ്യമുള്ളൊരു കാര്യമാണ്. പുട്ട് മോർ ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്, സ്റ്റേ ഫോർ യുവർ സെൽഫ്. കൂടുതൽ സംസാരിക്കുക നിങ്ങൾക്ക് വേണ്ടി. പാരൻസ് മനസ്സിലാക്കി പിള്ളേരെ വളർത്തുന്നത് ഒരു പോസിറ്റീവ് പാരൻറ്റിങ് ആയിട്ട് ചെയ്യുക. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.